ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ശ്രീജിത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമായിട്ട് സംസാരിച്ചിരുന്നു. പാർട്ടിയുടെ മേഖലാതല റിപ്പോർട്ടിങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിലാണ് പാർട്ടിയുടെ നിലപാടുമായി MV ഗോവിന്ദൻ മാഷ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തിന് ഒരു അഭിമുഖം നൽകിയത്. ആ അഭിമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ MV ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഭയമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. ആരെയെങ്കിലും പ്രത്യേകമായി ഭയപ്പെട്ട് നൽകേണ്ട കാര്യമില്ല. ജനറൽ സെക്രട്ടറി മുതൽ PB അംഗത്തെയും മുഖ്യമന്ത്രിയെയും പാർട്ടിക്ക് ഭയമില്ല. പാർട്ടി പ്രവർത്തിക്കുന്നത് വ്യക്തമായ നിലപാട് അനുസരിച്ചാണെന്നും MV ഗോവിന്ദൻ മാഷ് പറയുന്നു. ഈ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു ജനകീയത വരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനത്തിൽ ഒരു ജനകീയത വരണം എന്ന് നിർദ്ദേശിക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? അല്ല, എന്തിനാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് ആരും ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ PB മെമ്പർ വരെ, മുഖ്യമന്ത്രി വരെ ഒരാളെയും ഈ പാർട്ടിക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. പാർട്ടി വ്യക്തമായ നിലപാടനുസരിച്ചിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുക. ഞങ്ങളെന്തിനാണ് ആരെയെങ്കിലും പ്രത്യേകമായിട്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യം? നിങ്ങൾ ഉണ്ടാക്കുന്നേ അത്. അല്ല, നിങ്ങളുടെ വാർത്താ ശൃംഖലകളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം അത്. ഈ ആശയം രാജ്യം ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ച നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റുന്ന ഒരു പൊതുവികാരം വരുന്നത് പാർട്ടി ഉണ്ടാക്കിയ വികാരം അത്. ആ വികാരത്തിനൊന്നും ഞങ്ങൾ ഗൗരവം കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതില്ല എന്നാണോ? അല്ല, എന്താണ് മാറ്റേണ്ടത് നിങ്ങൾ പറയാം. അതായത് ഇപ്പോൾ ഈ പൊതുവായി ഒരു മൈക്ക് കേടായപ്പോൾ മൈക്ക് കേടായതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണോ മാറ്റേണ്ടത്? അല്ല, അത്രയും പൊതു അത് വേറെ എന്താണ് അതായത് മറ്റ് ഒന്നും പറയാനില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒരു കാര്യമില്ലാതെ, ഒരു ഗൗരവമില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾ പർവ്വതീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് കനുകൂല സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തിഹത്യയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഹത്യ നടത്താൻ വേണ്ടിയിട്ട് അത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അതാണ് പ്രതിപക്ഷ നേതാവും സുധാകരനും കനുകൂല സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്തിനും ചീത്ത പറയുക, ആരെപ്പറ്റിയും പറയുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പാർട്ടിയിൽ ആരെയും വിമർശിക്കാൻ ഭയമില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. പാർട്ടിക്കൊരു നിലപാടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നുള്ള ഒരു കഥ മെനയുന്നത് ബൂർഷ്വാ പാർട്ടികളും മാധ്യമങ്ങളും ചേർന്നുള്ള കനകൂലു സിദ്ധാന്തത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നതാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. മുഖ്യമന്ത്രി അടക്കം തിരുത്തണമെങ്കിൽ തിരുത്തും. അതിൽ പാർട്ടിക്ക് ഒരു ഭയവുമില്ല. പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ താഴെത്തട്ടിലുള്ള ഏത് പ്രവർത്തകനെയും പാർട്ടിക്ക് തിരുത്തുന്നതിനോ പാർട്ടിക്ക് വിമർശിക്കുന്നതിനോ ഭയമില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തിനോട് പറഞ്ഞത്. ശ്രീജിത്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ അഭിമുഖത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഓരോ ഘട്ടമായിട്ട് നമുക്ക് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നിമിഷം മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം നേരിട്ട് ഉന്നയിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിയെ തിരുത്താനോ മുഖ്യമന്ത്രിയുമായ കാര്യങ്ങൾ പറയാനോ ഒരു ഭയവും പാർട്ടിക്കില്ല എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്താണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം അത് കനകൂലു സിദ്ധാന്തത്തിൻ്റെ തുടർച്ചയാണ്. അത് ബൂർഷ്വാ മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമാണ് എന്നതാണോ? എന്താണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനത്തിനുള്ള മറുപടിയാണ്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് അതീതനായി നിൽക്കുന്നു, പാർട്ടിക്ക് അദ്ദേഹത്തെ തിരുത്താൻ കഴിയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശൈലി ജനകീയമാകണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു പൊതു ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ചർച്ചയിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഉയർന്നു വന്ന വികാരത്തോട് ചേർന്ന് നിന്ന് പ്രതികരിക്കാൻ കേരളത്തിലെ പാർട്ടി എന്തുകൊണ്ട് മടിക്കുന്നു എന്ന ചോദ്യമാണ് MV ഗോവിന്ദന് മുന്നിൽ ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാർട്ടിക്ക് ഭയമില്ലെന്നാണ്. ഏതെങ്കിലും ഒരാളെ ഭയപ്പെടേണ്ട സാഹചര്യം കേരളത്തിലെ പാർട്ടി ഘടകത്തിനില്ല. ജനറൽ സെക്രട്ടറി മുതൽ PB മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ ആരെയും ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക നിലപാടിൽ ഊന്നിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അതായത് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തന്നെ പിണറായി വിജയൻ്റെ ഒരു ആജ്ഞാനുവർത്തികളായി മാറിയിരിക്കുന്നു. പാർട്ടിയെ തിരുത്തേണ്ട സമയത്ത്, സർക്കാരിനെ തിരുത്തേണ്ട സമയത്ത് അത്തരമൊരു ഇടപെടൽ നടത്താൻ ശേഷിയില്ലാത്ത ഒരു കമ്മിറ്റികളായി, സംഘടനാ സംവിധാനങ്ങളായി മാറിയിരിക്കുന്നു എന്ന വിമർശനത്തിന് പറയാതെ മറുപടി
അതിന് പറയാതെ ആ മറുപടി നൽകുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമല്ല കേരളത്തിലെ CPIMൻ്റേത്. വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊണ്ടുപോകാനും ആ വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളുകളുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്താനും പാർട്ടിക്ക് കഴിയുമെന്ന് അടിവരയിട്ട് പറയുകയാണ് എം വി ഗോവിന്ദൻ ചെയ്തത്, അതും ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തിരുത്തൽ കാലത്ത്. ഓക്കെ, ആശ്രിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ആശ്രിജിത്ത്, നമുക്ക് അഭിമുഖത്തിൻ്റെ ഓരോ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വരുന്ന മണിക്കൂറുകളിലും ആശ്രിജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എം വി ഗോവിന്ദ മാഷുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ, അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യക്തിഹത്യ നടത്തുകയാണ്, അങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത് കനകോലു സിദ്ധാന്തത്തിൻ്റെ തുടർച്ചയാണ് എന്നാണ് എം വി ഗോവിന്ദ മാഷ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു നീക്കത്തിനും പാർട്ടി ഒപ്പം നിൽക്കില്ല എന്ന നിലപാട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേസമയം മുഖ്യമന്ത്രിയെ വിമർശിക്കാനും പാർട്ടിക്ക് ഭയമില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് എം വി ഗോവിന്ദ മാഷ്. അപ്പോൾ അതെല്ലാം ഒരു പ്രചരണമാണ്, വ്യക്തിയെ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് പാർട്ടിയെ തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ തുടർച്ചയാണ് എന്ന നിലപാടിൽ തന്നെയാണ് എം വി ഗോവിന്ദ മാഷ് നിൽക്കുന്നത്. അതുകൊണ്ട് പാർട്ടി വേറെ മുഖ്യമന്ത്രി വേറെ എന്നതാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന സൂചന കൂടി ശ്രീജിത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ ശ്രീജിത്ത്, ഈ വിവരം ഇനി ഈ പങ്കുവയ്ക്കാൻ പോകുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്ത വരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രേക്ഷകരോട് എത്തിക്കുകയും ചെയ്യാം. CPIയുടെ വിമർശനത്തിനെതിരെയൊക്കെ എം വി ഗോവിന്ദ മാഷ് തുറന്നടിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വരുന്ന മിനിറ്റുകളിൽ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരും. ഇനി നമുക്ക്